ആപ്പിൻ്റെ കടപൂട്ടാൻ ബി.ജെ.പി. ഓപ്പറേഷൻ തുടങ്ങിയത് ഇന്നലെയും ഇന്നുമല്ല. ലക്ഷ്യം പഞ്ചാബ് നിയമസഭ പിടിക്കൽ മാത്രവുമല്ല, അതിൻ്റെ പേരാണ് കോൺഗ്രസ് മുക്ത ഭാരതം. അതിന് പിന്നിൽ രണ്ട് പേരുടെ ബുദ്ധി: നരേന്ദ്രമോദി, അമിത്ഷാ. ഒറ്റ കാര്യമേ ഉള്ളൂ: കോൺഗ്രസിനെ ഈ ഭൂമുഖത്ത് നിന്നും തുടച്ചു നീക്കുക, ആം ആദ്മി പാർട്ടിയുടെ ചൂലെടുത്ത് കോൺഗ്രസിനെ തൂത്തെറിയുക. അതായിരുന്നു തന്ത്രം. അതിപ്പോൾ ഇതാ വിജയകരമായി നടപ്പിലാക്കപ്പെടുന്നു. എങ്ങനെയെന്നല്ലേ പറയാം. ഡൽഹിയിൽ കോൺഗ്രസിനെ നിർവീര്യമാക്കുക എന്നതായിരുന്നു ആദ്യ ലക്ഷ്യം. അതിന് കോൺഗ്രസ് അല്ലാത്ത ഒരു പ്രതിപക്ഷത്തെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. ഡൽഹിയിൽ ആപ്പിൻ്റെ പ്രസക്തി ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അതുമാത്രമായിരുന്നു. അവിടെ ബി.ജെ.പി. ആഗ്രഹിച്ചത് നടന്നു. ആദ്യം കോൺഗ്രസ് തകർന്നു, ആപ്പ് വളർന്നു. പിന്നീട് വളർന്ന ആപ്പിനെ പിളർത്തി ബി.ജെ.പിക്ക് ആധിപത്യം നേടാം. കോൺഗ്രസിനെ നാമാവശേഷമാക്കാൻ ഏറ്റവും എളുപ്പം ആപ്പിനെ വളർത്തി പിന്നീട് അതേ ആപ്പിനെ പിളർത്തുക എന്നതാണ്. അപ്പോൾ ഇല്ലാതാകുന്നത് രണ്ട് പാർട്ടികളും, ആധിപത്യം ഉറപ്പിക്കുന്നത് ബി.ജെ.പിയും. ഇന്നലെ പൊട്ടിമുളച്ച ആപ്പിനേക്കാൾ ഈ തകർച്ച ദോഷം ചെയ്യുന്നത് കോൺഗ്രസിനായിരിക്കും. നേട്ടം ബി.ജെ.പിക്ക് മാത്രം. ഡൽഹിയിലും ഇനി പഞ്ചാബിലും ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. കോൺഗ്രസിന് തകർക്കാനുള്ള ഒരു ടൂളായി മാത്രമേ ആം ആദ്മി പാർട്ടിയെ ബി.ജെ.പി. എന്നും കണ്ടിട്ടുള്ളൂ. ആം ആദ്മി പാർട്ടി എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന് ബി.ജെ.പിക്ക് കൃത്യമായി അറിയാം. ഡൽഹി കൈവിട്ട് പോയപ്പോൾ മാത്രമാണ് ഒരുപക്ഷെ ആപ്പിനെ ബി.ജെ.പി. ഗൗരവത്തിൽ കണ്ടിട്ടുണ്ടാവുക. അവിടെ ആപ്പിനെ കുരുക്കാനുള്ള സ്ട്രാറ്റജി വിജയകരമായി നടപ്പിൽ വരുത്തുകയും ചെയ്തു. ഡൽഹിക്കും പഞ്ചാബിനും അപ്പുറത്തേക്ക് ആപ്പിന് ഇനി വളർച്ചയില്ല. ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ആപ്പിനെ കരുവാക്കി കോൺഗ്രസിനെ തളർത്തുകയും ചെയ്തു. ഇപ്പോൾ ആകട്ടെ ആം ആദ്മി പാർട്ടി എന്നാൽ ആര് വിളിച്ചാലും കൂടെ പോകാൻ തയ്യാറുള്ളവരുടെ ഒരു കൂട്ടം മാത്രമായി. ഉറച്ച കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള കേരളത്തിൽ പോലും CPI വിട്ട് പലരും ബി.ജെ.പിയിൽ വന്ന് സ്ഥാനാർത്ഥികളാകുന്ന കാലത്ത് ആപ്പിൽ നിന്ന് 7 MP-മാരെ ഇങ്ങോട്ട് വലിക്കാൻ വല്ല പ്രയാസവുമുണ്ടോ? രാമസേനയിലേക്ക് ഹനുമാന്റെ ഭക്തർ വരുന്നതിനെ ആർക്ക് തടയാനാകും? ഒരു കാര്യം പറയാം: രാഘവ് ചദ്ധയെ ബി.ജെ.പിയിലെത്തിക്കാൻ നരേന്ദ്രമോദിക്കോ അമിത്ഷായ്ക്കോ ഒട്ടും വിയർപ്പൊഴുക്കേണ്ടി വന്നിട്ടില്ല. പോകാൻ പറ്റിയ പാർട്ടി ഏതുണ്ട് എന്ന കാര്യത്തിൽ രാഘവ് ചദ്ധ പല ഓപ്ഷനുകളും തേടി ഒടുവിൽ ബി.ജെ.പിയെ അങ്ങോട്ട് സമീപിക്കുകയായിരുന്നു. വന്നാൽ രാഘവ് ചദ്ധയ്ക്കാണ് ഗുണം എന്ന നിലപാടാണ് ബി.ജെ.പി. സ്വീകരിച്ചത്. ആം ആദ്മി പാർട്ടിയുടെ അടിക്കല്ലിളക്കാൻ ബി.ജെ.പിക്ക് വല്ലാതെ പണിപ്പെടേണ്ടി വന്നില്ലെന്ന് ചുരുക്കം. ആം ആദ്മി പാർട്ടിയെ തകർത്തത് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഏകാധിപത്യമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് പാർട്ടിയിലെ പ്രമുഖരായ പലരും. ഇവരിൽ കൂടുതൽ പേരും പാർട്ടി വിടാൻ മികച്ച അവസരം കാത്തിരിക്കുകയായിരുന്നു. മദ്യനയത്തിന് കോഴ വാങ്ങിയെന്ന കേസിൽ കെജ്രിവാൾ അകത്തായതോടെ കാര്യങ്ങൾ എളുപ്പത്തിലായി. ഡൽഹിയിൽ AAPക്ക് ഭരണം നഷ്ടപ്പെടുകയും പഞ്ചാബിൻ്റെ ചുമതല മനീഷ് സിസോദിയയെ ഏൽപ്പിക്കുകയും ചെയ്തതോടെ രാഘവ് ചദ്ധ പൂർണ്ണമായും കെജ്രിവാളിൽ നിന്നും അകന്നു. രാജ്യസഭാ കക്ഷി ഉപനേതാവിൻ്റെ പദവിയിൽ നിന്നും തന്നെ മാറ്റിയപ്പോൾ ചദ്ധ ഉറപ്പിച്ചു, ഇനി പാർട്ടി വിടാം. ബി.ജെ.പിക്ക് ഒന്ന് വാതിൽ തുറന്നിടേണ്ട പണിയെ ചെയ്യേണ്ടി വന്നുള്ളൂ. വന്നവർ ആരും മോശക്കാരല്ല. 2012 ആം ആദ്മി പാർട്ടി രൂപീകരിച്ചപ്പോൾ മുതൽ പാർട്ടിയുടെ യുവമുഖമായിരുന്നു രാഘവ് ചദ്ധ. 25-ാമത്തെ വയസ്സിൽ ദേശീയ വക്താവായി. 2022 പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി അധികാരത്തിലെത്തിക്കാൻ പ്രധാന പങ്ക് വഹിച്ചത് ഈ രാഘവ് ചദ്ധയാണ്. മുൻ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്വാതി മാലിവാൾ, ക്രിക്കറ്റ് താരം ഹർഭജൻ സിംഗ് എന്നിവർ ആണ് 7 പേരിലെ മറ്റു പ്രമുഖർ. ഒരാൾ കൂടിയുണ്ട്: അശോക് കുമാർ മിത്തൽ. ഈ അശോക് കുമാർ മിത്തലിനെയാണ് രാജ്യസഭാ കക്ഷി ഉപനേതാവ് സ്ഥാനത്ത് നിന്ന് ചദ്ധയെ മാറ്റിയപ്പോൾ കെജ്രിവാൾ പകരം പ്രതിഷ്ഠിച്ചത്. അതേ മിത്തൽ ഇപ്പോൾ ചദ്ധയ്ക്കൊപ്പം ബി.ജെ.പിയിലേക്ക് പോയി എന്നതാണ് ഏറ്റവും വലിയ തമാശ. പഞ്ചാബ് പിടിക്കുക എന്നുള്ളത് ബി.ജെ.പിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ദൗത്യമാണ്. തുനിഞ്ഞിറങ്ങിയാൽ അവരത് ചെയ്തിരിക്കും. അതിനുള്ള കളമൊരുക്കം നേരത്തെ തുടങ്ങിയിരുന്നു. കോൺഗ്രസിൽ നിന്ന് അമരീന്ദർ സിംഗ് അടക്കമുള്ളവരെ ചാടിച്ചതും അതിനാണ്. എന്നാൽ ആപ്പിൻ്റെ കടപൂട്ടിക്കാൻ സിമ്പിളായി കഴിഞ്ഞു. നമ്മളെല്ലാം പറയുന്ന പോലുള്ള ഓപ്പറേഷൻ ലോട്ടസ് ഒന്നും സംഭവിച്ചില്ല ഇക്കാര്യത്തിൽ. വരാനുള്ളവർക്ക് എളുപ്പം വരാൻ വാതിൽ തുറന്നിട്ടു, അത്രമാത്രം. നേരത്തെ പറഞ്ഞല്ലോ, ഏത് പാർട്ടിയിൽ പോകണമെന്ന കാര്യത്തിൽ രാഘവ് ചദ്ധ ഏറെ ആലോചിച്ചു. ബി.ജെ.പി. അല്ലാതെ മറ്റൊരു വഴിയും കണ്ടില്ല.
കോൺഗ്രസ് ദുർബലം, ഇടതു പാർട്ടികൾ അതിനേക്കാൾ ദുർബലം. BJP ആകട്ടെ വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. അതിലൂടെ അകത്ത് കയറി, ഒപ്പം 6 പേരെയും കൂട്ടി. ED പേടിച്ചു കഴിഞ്ഞിരുന്ന അശോക് കുമാർ മിത്തൽ ഓടിക്കയറി, പിന്നാലെ മറ്റുള്ളവരും. അതാണ് സംഭവിച്ചത്. പഞ്ചാബിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനി 8 മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോഴേക്കും ആം ആദ്മി പാർട്ടി അവിടെ ഉണ്ടാകുമോ എന്ന് തന്നെ കണ്ടറിയണം. ആപ്പിന്റെ MLA മാർ കൂടി BJPയിലേക്ക് വന്നാൽ കാര്യങ്ങൾ എളുപ്പമായി. BJP തുറന്നു വെച്ച വാതിൽ അടയ്ക്കാതെ അവർക്കായുള്ള കാത്തിരിപ്പിലാണ്.